അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി പാകിസ്ഥാൻ വെള്ളിയാഴ്ച തുറന്ന യുദ്ധം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന അതിർത്തി തർക്കങ്ങൾക്കും വ്യോമ ആക്രമണങ്ങൾക്കും പിന്നാലെ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇതോടെ ഒരു യുദ്ധത്തിലേക്ക് എത്തുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അതിർത്തിയിലെ പുതിയ ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ തുടങ്ങിയ അഫ്ഗാൻ നഗരങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഞങ്ങളുടെ ക്ഷമാപരിധി ലംഘിച്ചിരിക്കുന്നു, ഇനി നമുക്കിടയിൽ ഇത് തുറന്ന യുദ്ധമാണ് എന്നാണ് ആസിഫ് എക്സിൽ എഴുതിയത്. കാബൂളിലും കാണ്ഡഹാറിലും യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും 2 മണിക്കൂറിലധികം വെടിവയ്പും സ്ഫോടനങ്ങളും നടന്നതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആക്രമണം നടത്തിയതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് സ്ഥിരീകരിച്ചെങ്കിലും ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഫ്ഗാൻ സൈന്യം പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേനയെ ആക്രമിച്ചതിനെ തുടർന്നാണ് സൈനിക നടപടിയെന്നും ഇത് ഉചിതമായൊരു മറുപടിയാണെന്നും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി അഫ്ഗാൻ സേന നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയായാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നടപടിയെന്ന് അസോസിയേറ്റ് പ്രസും റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിലെ പാകിസ്ഥാൻ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെന്ന് അഫ്ഗാൻ അധികൃതർ പറയുന്നു. എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ അഫ്ഗാൻ ആക്രമണം നടത്തി എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. മലയോര അതിർത്തികളിൽ മണിക്കൂറുകളോളം നീണ്ട കനത്ത പോരാട്ടമാണ് നടന്നത്. യഥാർത്ഥ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ വ്യക്തത കൈവന്നിട്ടില്ല. സ്വന്തം ഭാഗത്തെ നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കാനും എതിർപക്ഷത്തിന് വലിയ ആഘാതം സൃഷ്ടിച്ചുവെന്ന് വരുത്താനുമാണ് ഇരു സർക്കാരുകളും ശ്രമിക്കുന്നത്. 2 രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഫ്ഗാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ താലിബാൻ തയ്യാറാകുന്നില്ല എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. എന്നാൽ താലിബാൻ ഭരണകൂടം ഈ ആരോപണങ്ങൾ എല്ലാം നിഷേധിക്കുകയാണ്. സംഘർഷത്തിൽ ഇതുവരെ 133 അഫ്ഗാൻ സൈനികരെ വധിച്ചതായി പാകിസ്ഥാനും 55 പാകിസ്ഥാനി സൈനികരെ വധിച്ചതായി അഫ്ഗാനിസ്ഥാനും അവകാശപ്പെടുന്നു. കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ വക്താവ് സൈബ്ദുള്ള മുജാഹിദീൻ പറയുന്നു. അതിർത്തി കടന്ന പാകിസ്ഥാന്റെ വിമാനം വെടിവെച്ചിട്ടതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിരുന്നു. എന്നാൽ വീണ്ടും അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ്. 2020 നാറ്റോ സഖ്യം പിൻവാങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ആ രാജ്യത്തെ ഇന്ത്യയുടെ കോളനിയാക്കി താലിബാൻ മാറ്റുകയും ലോകം എമ്പാടുമുള്ള ഭീകരരെ അവിടെ ഒന്നിപ്പിച്ച് ഭീകരത കയറ്റുമതി ചെയ്യുന്നു എന്നും ആസിഫ് എക്സിൽ എഴുതിയിട്ടുണ്ട്. താലിബാൻ ഭരണകൂടം പൗരന്മാരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയാണെന്നും ഇസ്ലാം മതം സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങൾ പോലും തട്ടിയെടുക്കുകയാണെന്നും ഖവാജ ആസിഫ് പറയുന്നു. പാകിസ്ഥാൻ സൈന്യം കടൽ കടന്നു വന്നവരല്ല എന്നും താലിബാന്റെ എല്ലാ രഹസ്യങ്ങളും കൃത്യമായി അറിയാവുന്ന അയൽക്കാരാണെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ അതിർത്തിയിൽ സംഘർഷം കടക്കുകയാണ്. ഒക്ടോബറിൽ നടന്ന സംഘർഷത്തിൽ 70-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം അതിർത്തികൾ മിക്കവാറും അടഞ്ഞുകിടക്കുകയാണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യയാണെങ്കിൽ മറുഭാഗത്ത് അഫ്ഗാനാണ് പാകിസ്ഥാന്റെ പ്രധാന ശത്രു. അതിർത്തിയിൽ ഇന്ത്യക്കെന്ന പോലെ അഫ്ഗാനും വലിയ തലവേദന തന്നെയാണ് പാകിസ്ഥാൻ അഫ്ഗാൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസരത്തിലാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം എന്നതും ശ്രദ്ധേയമാണ്. അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാണ് അഫ്ഗാൻ ഇന്ത്യയുമായി ബന്ധപ്പെടുന്നത്. ഭാവിയിൽ ഇന്ത്യക്കും ഗുണം ചെയ്തേക്കാവുന്ന ഒരു ബന്ധമായതിനാൽ ഒഴിഞ്ഞു മാറാൻ ഇന്ത്യക്കുമാകില്ല. അതിനാൽ പാകിസ്ഥാനുമായി അകന്ന താലിബാനെ ചേർത്തു നിർത്തുന്ന ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തെ തെറ്റുപറയാനും കഴിയില്ല. അഫ്ഗാനിൽ പാകിസ്ഥാന്റെ സ്വാധീനം കുറയേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കും.